സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്കെതിരെ നടപടി. തിരുനാവായ നാവാമുകുന്ദ HSS, മാർബേസിൽ HSS കോതമംഗലം എന്നീ സ്കൂളുകൾക്കാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. പ്രശ്നങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കായികമേള അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് ഉത്തരവായത്. സംസ്ഥാനത്താദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ ഇറങ്ങിയ കായികമേളയിൽ അവസാന ദിനത്തിലുണ്ടായ കല്ലുകടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ചെറുതല്ലാത്ത ക്ഷീണമാണ് സമ്മാനിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വേദിയിലിരിക്കെ കായികമേളയുടെ സമാപന സമ്മേളന സമയത്ത് അധ്യാപകർ കുട്ടികളിറക്കി പ്രതിഷേധം നടത്തിയിരുന്നു. സംഭവത്തിന് പിന്നാലെ ഇതന്വേഷിക്കാൻ 3-അംഗ കമ്മീഷനെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തി. പിന്നാലെ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ച് നടപടിയെടുത്തതോടെയാണ് പ്രതിഷേധിച്ച സ്കൂളുകളെ അടുത്ത കായികമേളയിൽ നിന്നും വിലക്കേർപ്പെടുത്തിയതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തിലെത്തിച്ചേർന്നത്. NMHSS തിരുനാവായ, മാർബേസിൽ HSS കോതമംഗലം എന്നീ സ്കൂളുകളെയാണ് വിലക്കിയത്. അടുത്ത വർഷം നടക്കുന്ന സ്കൂൾ കായികമേളയിൽ വിലക്കേർപ്പെടുത്തിയ സ്കൂളുകളെ പങ്കെടുപ്പിക്കില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തി. അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൻ്റെ അധികാരികൾ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവായിട്ട് ഇതിനെ ഇറക്കിയിട്ടുണ്ട്. സ്കൂൾ കായികമേള സമാപനത്തിലെ സംഘർഷത്തിൽ അധ്യാപകർക്കെതിരെ നടപടിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി. അതേസമയം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്കെതിരെ ഔദ്യോഗികമായി ഒരു വിശദീകരണവും സ്കൂൾ അധികൃതർ ഇതുവരെ നടത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.